ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ സ്വാദിഷ്ടമായതും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതുമായ ബട്ടർ ഗാർലിക് എഗ്ഗിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മുട്ടയുടെ എണ്ണവും കൂട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി മുട്ടകൾ നമുക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ടൊന്ന് വെന്ത് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കണം. ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ആ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. ഒരുപാടങ്ങ് പൊടിച്ചെടുക്കാതെ അത്യാവശ്യം വലിപ്പമുള്ള പീസുകളായിട്ട് വേണം നമ്മൾ ഈ മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കേണ്ടത്. മുട്ടയൊക്കെ നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ വീണ്ടും കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആകുന്നവരെ മിക്സ് ചെയ്യണം. തീ വളരെ ലോയിലാക്കി വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അലിഞ്ഞു വരുന്നിടം വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗാർലിക് ആണ്. 1.5 ടേബിൾ സ്പൂണോളം ഗാർലിക് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഈ മിക്സിൽ കിടന്ന് ഇതൊന്ന് മൂത്ത് വരണം. ഈ ഗാർലിക്കിന്റെ ഫ്ലേവർ എല്ലാം ഈ ബട്ടറിന്റെ മിക്സിൽ ഇറങ്ങണം. അതുവരെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ മൂപ്പിച്ചെടുക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ തന്നെ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം. ഇനി 1.5 ടീസ്പൂൺ കോൺഫ്ലവർ അല്പം വെള്ളത്തിലൊന്ന് കലക്കിയിട്ടതാണ്. ഇതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണം. മല്ലിയില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. സ്വാദിഷ്ടമായ ബട്ടർ ഗാർലിക് എഗ്ഗ് തയ്യാറായി. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇനി ഒരു ഈസി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ
താങ്ക്സ് ഫോർ വാച്ചിങ്.